നമസ്കാരം. നമ്മുടെ കോൺഗ്രസിന്റെ നേതാവും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി ഒരു മണ്ടനാണോ? സത്യത്തിൽ അദ്ദേഹം കോൺഗ്രസ് എന്ന് പറയുന്ന മുത്തശ്ശി പാർട്ടിയെ ഇന്ന് ഭാരതത്തിലെ മുത്തശ്ശി പാർട്ടി ഏറ്റവും അധികം പഴക്കമുള്ള ഗ്രാമാന്തരങ്ങളിൽ വേരുകളുള്ള ഒരു പാർട്ടി. ആ പാർട്ടിയെ നല്ല രീതിയിൽ നയിക്കുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരാളാണ്. പാരമ്പര്യമായി അവരുടെ കുടുംബത്തിന്റെ മുതിർന്ന ആളുകൾ, മുൻ തലമുറ എല്ലാം തന്നെ ഈ പാർട്ടിയെ നയിച്ച ആളുകളാണ്. ആ പാരമ്പര്യത്തിന്റെ പേരിലാണ് അദ്ദേഹം ഈ അധികാരത്തിലേക്ക് വന്നതെങ്കിലും അതിന് അനുയോജ്യമായ ഒരു പ്രവർത്തനവും കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഒരു ദേശവിരുദ്ധമെന്ന് തോന്നുന്ന പല പ്രസ്താവനകളും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു. പുൽവാമയിലെ മതം ചോദിച്ചുകൊണ്ടുള്ള കൂട്ടക്കൊല, ഭീകരർ ഹിന്ദുവാണോ മുസൽമാനാണോ എന്ന് തിരഞ്ഞ് 26 പേരെ മാറ്റി നിർത്തി കൊന്ന ആ ഒരു ക്രൂര കൃത്യത്തിന് ശേഷം ഭാരതം തിരിച്ചടിച്ചു പാകിസ്ഥാനോട്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാകിസ്ഥാന് കൃത്യമായിട്ട് നമ്മൾ അതിനുള്ള പ്രതികാരം ചെയ്യുകയുണ്ടായി. പക്ഷെ ഇന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചിരിക്കുന്നു, നമുക്ക് എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്നറിയണമെന്ന്. എത്ര നിരുത്തരവാദപരമായിട്ടുള്ള ഒരു പ്രസ്താവനയും ഒരു ആവശ്യവുമാണെന്ന് നോക്കൂ. നമുക്ക് വിമാനങ്ങൾ ചിലപ്പോൾ ഏറ്റുമുട്ടലാണ്, വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഒരു രാജ്യം, ഇതുപോലുള്ള ഒരു രാജ്യം പരസ്യപ്പെടുത്തുമോ? നമ്മുടെ കരുത്ത് ചോർന്നു പോയെന്ന് വിദേശ രാജ്യങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമ്മൾ സ്വയം തയ്യാറാവുമോ? അപ്പൊ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവ് തന്നെ ഇത്തരത്തിലുള്ള ചപലമായിട്ടുള്ള പ്രവർത്തനങ്ങളിലും ഈ വാഗ്ധോരണികളിൽ ഇല്ലെങ്കിൽ എങ്ങനെ കസർത്തുകളിലും ഒരു കൃത്യമായിട്ടുള്ളൊരു വായാടിത്തരം വിളമ്പുന്നത് വളരെ സങ്കടകരമാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. രാഹുൽ ഗാന്ധി എല്ലാ അർത്ഥത്തിലും പരാജിതനാണ്. അത് മാത്രമല്ല, അദ്ദേഹം ആ പാർട്ടിയുടെ സ്ഥാനത്തിരിക്കുന്നത് കൊണ്ട് തന്നെ മറ്റൊരാളും ഉയർന്നു വരരുത് എന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ ഓപ്പറേഷൻ സിന്ദൂറുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ വിദേശ രാജ്യങ്ങളിൽ വിശദീകരിക്കാനുള്ള ഒരു നയതന്ത്ര സംഘം, MP-മാരുടെ ഒരു നയതന്ത്ര സംഘത്തെ നമ്മുടെ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ആ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചപ്പോൾ അതിന്റെ ഒരു സംഘത്തെ നയിക്കുവാൻ വേണ്ടി ശശി തരൂരിനെയാണ് നിയോഗിച്ചത്. പക്ഷെ ശശി തരൂരിനെ നിയോഗിക്കരുത് എന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. നമുക്കറിയാം, അദ്ദേഹം ഐക്യരാഷ്ട്രസഭയിൽ അദ്ദേഹം ശശി തരൂർ എന്ന് പറയുന്ന നമ്മുടെ തിരുവനന്തപുരം MP, വിശ്വപൗരൻ, അദ്ദേഹം വഹിച്ചിരുന്ന ഒരു പദവി ഇന്ത്യയിൽ ഇത്തരം ഒരു കാര്യത്തിന് വേണ്ടി നിയോഗിക്കപ്പെടണമെങ്കിൽ, ഏത് ഗവൺമെന്റ് ആണെങ്കിലും നിയോഗിക്കപ്പെടുമെങ്കിൽ അതിൽ പ്രഥമഗണനീയമായിട്ടുള്ള പേര് ശശി തരൂരിന്റെ ആയിരിക്കുമെന്ന് നിസ്തർക്കം നമുക്ക് പറയാൻ കഴിയും. പക്ഷേ കോൺഗ്രസിന്റെ ലിസ്റ്റിൽ അവർ കൊടുത്ത പേരുകൾ നമ്മൾ നോക്കണം. ആനന്ദ് ശർമ്മ, കോൺഗ്രസ് 4 പേരുടെ ലിസ്റ്റ് കൊടുത്തിരുന്നു. ആനന്ദ് ശർമ്മ, ഗൗരവ് ഗൊഗോയ്, സയ്യിദ് നാസിർ ഹുസൈൻ, രാജാ ബ്രാർ. ഇതില് ഈ ആനന്ദ് ശർമ്മയെ നിങ്ങൾക്കറിയാം, ഗൗരവ് ഗൊഗോയെ നമുക്കറിയാം, ചെറുതായിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ മറ്റ് 2 പേരെ നമ്മൾ കേട്ടിട്ട് പോലുമില്ല. ശശി തരൂരിന്റെ പ്രൊഫൈൽ എവിടെ കിടക്കുന്നു, ഇവരുടെയൊക്കെ പ്രൊഫൈൽ എവിടെ കിടക്കുന്നു? ഒരു അന്താരാഷ്ട്ര വേദിയിൽ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു മുഖമാണ് ശശി തരൂരിന്റെ. ഏതൊരു ഗവൺമെന്റിനും അദ്ദേഹത്തെ ചൂസ് ചെയ്യും. അദ്ദേഹത്തിന്റെ സേവനം ഉപയോഗപ്പെടുത്താൻ രാഷ്ട്രത്തിന് വേണ്ടി. രാഷ്ട്രമാദ്യം പിന്നെ രാഷ്ട്രീയം എന്നുള്ള ചിന്താഗതിയുള്ള എല്ലാവർക്കും ഈ തീരുമാനത്തോടൊപ്പം തന്നെ നിൽക്കാൻ കഴിയുള്ളൂ. കേന്ദ്ര ഗവൺമെന്റ് മനീഷ് തിവാരി, അമർ സിംഗ്, സൽമാൻ ഖുർഷിദ്, ശശി തരൂർ, ഈ 4 പേരെയാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് എടുക്കാൻ തീരുമാനിച്ചിരുന്നത്. സൽമാൻ ഖുർഷിദ് പാർട്ടിയുടെ തീരുമാനപ്രകാരം ഞാൻ ഇല്ല എന്ന് അറിയിച്ചു കഴിഞ്ഞു. നമ്മൾ ഓർക്കേണ്ടത് ഇവിടെ രാഹുൽ ഗാന്ധിയാണ് ഈ 4 പേരുടെ ലിസ്റ്റ് കൊടുത്തത്. നോക്കൂ, കൃത്യമായിട്ട് ശശി തരൂരിനെ പോലെയുള്ള ആളുകൾ, അതുപോലെ തന്നെ മനീഷ് തിവാരിയെ പോലെ, അമർ സിംഗിനെ പോലെ, സൽമാൻ ഖുർഷിദിനെ പോലെ കോൺഗ്രസ് നേതാക്കൾ ഈ സംഘത്തെ നയിക്കുന്ന ഒരു നിലയിലേക്ക് വരികയാണെങ്കിൽ കോൺഗ്രസ് അതുകൊണ്ടുണ്ടാകുന്ന ഗുണം എന്താണ് കൃത്യമായിട്ട് പറയാൻ കഴിയുമായിരുന്നു. ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് പാളിച്ചകളുണ്ടായി. പക്ഷേ അന്താരാഷ്ട്ര സമൂഹത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി, ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസിന് അതിന് ധർമ്മം നിർവഹിക്കാൻ കഴിഞ്ഞു. ഈ ക്രൈസിസിൽ, ഈ പ്രതിസന്ധിയിൽ രാജ്യത്തെ സഹായിക്കുവാൻ, രാജ്യത്തോടൊപ്പം നിൽക്കുവാൻ, രാജ്യത്തെ ശക്തിപ്പെടുത്തുവാൻ ഞങ്ങളുടെ ഏറ്റവും കഴിവുറ്റ നേതാക്കളെ ഞങ്ങൾ വിദേശത്തേക്ക് അയക്കാൻ ഞങ്ങൾ ഗവൺമെന്റിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിച്ചു എന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയുമായിരുന്നു. പക്ഷെ ഇതിലും രാഷ്ട്രീയം കാണുവാനാണ് നമ്മുടെ
ഈ ജയശങ്കർ, നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, രാജീവ് ഗാന്ധിയുടെ മൂത്രത്തിന്റെ ഗുണമെങ്കിലും ഈ ചെറുക്കന് കിട്ടിയിരുന്നെങ്കിൽ കോൺഗ്രസിന് അത് ഗുണകരമായിരുന്നു എന്ന്. ഒരു കഴിവുമില്ലാത്ത ഒരു ലോഫറാണ് താനെന്ന്, അതൊരു സമയം കൊല്ലി, ഒരു ഗുണവുമില്ലാത്ത ഗുഡ് ഫോർ നത്തിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് താനെന്ന് നിരന്തരം തെളിയിക്കുകയാണ് രാഹുൽ ഗാന്ധി. അതോടൊപ്പം തന്നെ അപാരമായിട്ടുള്ള അസൂയയും മറ്റൊരു വളർന്നു വരുന്നതിൽ അസൂയയും കാരണം തന്നെ ആ പാർട്ടി, ഈ നമ്മുടെ ഒരു ദേശീയ പ്രസ്ഥാനമായിട്ടുള്ള കോൺഗ്രസ് പട്ടവലങ്ങ പോലെ അതിന്റെ വളർച്ച താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഓർക്കുക, അമിത ആത്മവിശ്വാസം മൂലം മാത്രമാണ് കഴിഞ്ഞ ഇലക്ഷന് BJP കുറച്ച് സീറ്റുകൾ കുറഞ്ഞത്. കൃത്യമായിട്ട് അവരുടെ സോഴ്സ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് പോരാടിയിരുന്നെങ്കിൽ കോൺഗ്രസ് കഴിഞ്ഞ 44 നിന്ന് വീണ്ടും താഴേക്ക് പോകുമായിരുന്നു. രാഹുൽ ഗാന്ധി അപക്വമായ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായിട്ടുള്ള നിലപാടോടുകൂടി പോവുകയോ അല്ലെങ്കിൽ പകരം കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്തേക്ക് കഴിവുള്ള ശശി തരൂരിനെ പോലെയുള്ള ആളുകളെ, കഴിവുള്ള സൽമാൻ ഖുർഷിദിനെ പോലുള്ള ആളുകളെയൊക്കെ അതിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ കൃത്യമായിട്ട് ആ പാർട്ടിക്ക് ഗുണമുണ്ടാകും. അല്ലെങ്കിൽ ഈ സ്ഥിരം ഭാവി പ്രധാനമന്ത്രിയായി രാഹുൽ ഗാന്ധി ഇവിടെ തുടരുകയും കോൺഗ്രസ് അതിന്റെ എന്നത്തെ പോലെ തദൈവ എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് പോവുകയും ചെയ്യും. അത് BJPക്ക് വളരെ ഗുണകരമാവും. ഇന്നത്തെ അന്തരീക്ഷത്തിൽ ഇത്തരം ആന്റി നാഷണൽ എലമെന്റ്സ്, ആന്റി നാഷണൽ സ്വഭാവം, ദേശവിരുദ്ധ സ്വഭാവം കാണിക്കുന്ന കോൺഗ്രസ് അധികാരത്തിലേക്ക് വരാതിരിക്കുന്നത് രാജ്യത്തിന് ഗുണകരമാണ്. അതുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്ത് രാഹുൽ ഗാന്ധി തന്നെയാണ് എല്ലാ കാലത്തും ഇരിക്കുന്നത്. ഈ രാജ്യത്തിനും BJP എന്ന് പറയുന്ന ഇന്നത്തെ ഭരണ പാർട്ടിക്ക് നല്ലത്. കാരണം രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഒരു നേട്ടവും ഉണ്ടാക്കാനും സമൂഹത്തിനെ ആകർഷിക്കുവാനോ കഴിയില്ല. ആ ഒരു ഹെജിമണി ഇങ്ങനെ കൊണ്ടു നടക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാരമ്പര്യമായിട്ടുള്ള ആ ഒരു അധികാരം അത് കൊണ്ടു നടക്കുക എന്നല്ലാതെ മറ്റൊന്നിനും കഴിയില്ല അദ്ദേഹത്തിന്. കോൺഗ്രസിന് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നല്ലത് വരണമെങ്കിൽ എന്തായാലും ഇറ്റലിയിലേക്കൊരു ടിക്കറ്റ് എടുത്ത് വിസ, അവിടെ എന്തായാലും ആൾറെഡി അവിടെ പൗരത്വം അദ്ദേഹത്തിന് കിട്ടാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തെ കയറ്റി വിടാതെ, ഇറ്റലിയിലേക്ക് പാർസൽ ചെയ്യാതെ കോൺഗ്രസ് രക്ഷപ്പെടില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.